നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആഗ്യുമെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി. എന്താണ് AR ആൻഡ് VR? സോ നമുക്ക് നോക്കാം. പലർക്കും ഇപ്പോഴും ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് VR എടുക്കാം. VR എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഫസ്റ്റ് തന്നെ VR ഗ്ലാസ് ആയിരിക്കും. VR ഗ്ലാസ് അറിയാത്തവർ ഇപ്പോൾ ചുരുക്കമായിരിക്കും. ഇപ്പൊ എളുപ്പത്തിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ മാളിലൊക്കെ പോകുമ്പോൾ അവിടെ VR എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ഈ ഗെയിമിംഗ് സെന്ററിലൊക്കെ. സോ അവിടെ നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ VRന്റെ സാധ്യതകൾ എത്രമാത്രമാണ് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ കൂടുതലും ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലാണ് VR ടെക്നോളജി യൂസ് ചെയ്യുന്നത്. VRന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി ഒരു വിർച്വൽ ലോകത്തായിരിക്കും. ഔട്ടർ ഏരിയ ആയിട്ട് നമുക്ക് യാതൊരു ബന്ധവും കാണത്തില്ല. സോ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പെർട്ടിക്കുലറി വീഡിയോ ഗെയിംസിനാണ് VR യൂസ് ചെയ്യുന്നത്. ബട്ട് മെഡിസിൻ ഫീൽഡ്, എഡ്യൂക്കേഷൻ, ബിസിനസ് ഇതിനും VR ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. വെർച്വൽ റിയാലിറ്റിയുടെ ആശയം കൊണ്ടുവന്നത് തന്നെ ജാനോ ലീനിയർ ആണ്. അദ്ദേഹം 1984 VPL എന്ന കമ്പനി സ്ഥാപിക്കുകയും അതിന്റെ താഴോട്ടാണ് ഓരോ അദ്ദേഹം റിസർച്ച് ചെയ്ത കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തത്. അതിലാണ് VR എന്ന സെക്ഷൻ ഉള്ളത്. ഓഡിയോസ്ഫിയർ, ഡാറ്റ ഗ്ലൗ, ഐഫോൺ. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കമ്പനി കണ്ടുപിടിച്ച കാര്യങ്ങൾ. സോ ഇനി നമുക്ക് AR എന്താണെന്ന് നോക്കാം. AR എന്ന് പറയുമ്പോൾ ആഗ്യുമെന്റഡ് റിയാലിറ്റി. ബട്ട് പുതിയൊരു പേരാണ്, അങ്ങനെ ആർക്കും അത് പരിചയം കാണത്തില്ല. സിംപിളി പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ സ്നാപ്ചാറ്റ് ഒക്കെ ഇല്ലേ, സോ അതിന്റെ ഒരു ഫിൽറ്റർ വേരിയന്റ് ആണ് ഇത് വരുന്നത്. സോ നമ്മുടെ ഫേസ് മാറുക, ഫേസിന്റെ റെക്കഗ്നേഷൻ അങ്ങോട്ട് ചേഞ്ച് ആവുക, ഇങ്ങോട്ട് ചേഞ്ച് ആവുക, നമ്മുടെ ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആവുക. സോ ഒരു മോർഫിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു AR അല്ലെങ്കിൽ VR ലൈക്ക് AR സെക്ഷൻ. 1968 ഈവൻ സദർലാൻഡ് ഫസ്റ്റ് AR ടെക്നോളജി കൊണ്ടുവന്നത്. സോ ഇദ്ദേഹം തന്നെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഫാദർ എന്നും അറിയപ്പെടുന്നത്. പോക്കിമോൻ ഗോ എന്ന ഗെയിമാണ് ഫസ്റ്റ് AR ടെക്നോളജി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗെയിം. ഇന്ത്യയിൽ മാത്രം 2023 AR ന്റെ VR മാത്രം 4.84 ബില്യൺ ആണ് ടേൺ ഓവർ അല്ലെങ്കിൽ വർക്ക്.